കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ മാർട്ടിൻ ജോർജ്, പി ജയരാജനും TV രാജേഷും ഗൂഢാലോചന നടത്തിയതിനെക്കുറിച്ചുള്ള അന്വേഷണം അത് നടക്കുന്നതിനിടയിലാണ് വിടുതൽ ഹർജിയുമായി ഇവർ CBI കോടതിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ആ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു താങ്കൾ? ഇത് കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ച് തന്നെയാണ് ഇവര് ഈ കൊലപാതകത്തും ആസൂത്രണം ചെയ്തത്. അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഇവര് തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഇരുന്ന് അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് കൃത്യമായി ആൾക്കാർക്ക് ഗൈഡ് ലൈൻസ് കൊടുത്ത് ആണ് ഈ കൊലപാതകം നടത്തിയതെന്ന് എല്ലാം വ്യക്തമായ തെളിവുകളുള്ള കാര്യമാണ്. അതിനകത്ത് തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു വലിയ ക്രൂരമായ ഒരു കൊലപാതകമാണ്. ഒരാളെ കെട്ടിയിട്ട് ഇപ്പൊ കൊല്ലും അങ്ങനെ വിറപ്പിച്ച് പേടിപ്പിച്ച് എന്താണ് നമുക്ക് ചിന്തിക്കാൻ പോലും കേൾവിയില്ലാത്ത ഒരു സംഭവമാണ് അത് നടന്നത്. നമുക്കറിയാം 19 വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചു പയ്യനെയാണ് ഇങ്ങനെ. എന്താണ് എന്റെ പിന്നില്? അപ്പൊ ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നാൽ അവരെ നമ്മൾ ഫിനിഷ് ചെയ്യും. അതാണ് ഇതിനകത്ത് ഒറ്റൊരു ചോദ്യമുള്ളൂ. ആ പയ്യന് ശുക്കൂർ എന്ന് പറയുന്ന ആ 19 വയസ്സുകാരന് ഇവരെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ആ പയ്യൻ ഇതിനകത്ത് ഭാഗവാക്കായിരുന്നു. എന്തിനാണ് ശുക്കൂറിനെ കൊല ചെയ്തത്? ശുക്കൂർ എന്താണ് അതിനകത്ത് പ്രതിയാണോ? ആ ശുക്കൂറിനെ കൊന്നതിന് ശേഷം ആ മയ്യത്ത് സംസ്കാര സമയത്തൊക്കെ തന്നെ അവരെ പിന്നീടും ഭീകരമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. തീർച്ചയായും പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നല്ലോ. ഞാൻ തുടരുക, അങ്ങ് ദയവായി തുടരുക.